പതിവ് പോലെ ഇന്നും സുരേഷേട്ടൻ വന്നു. വാവ വരുന്നത് നോക്കി വൈഗ ആദിയോടെ പൂമുഖത്തുണ്ട്. സുരേഷേട്ടൻ്റെ ഓട്ടോ റോഡിൽ നിർത്തിയതെ വൈഗ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. പൂമുഖത്തെ മങ്ങിയ മഞ്ഞ വെട്ടത്തിൽ ക്ഷീണിച്ച് തളർന്ന വാവയുടെ മുഖം വൈഗ കണ്ടു. വൈഗയുടെ മനസ്സ് വേദനിച്ചു. ചേച്ചി എന്തിനീ പാതിരാത്രിക്ക് ഇവിടെ നിന്ന് മഞ്ഞു കൊള്ളുന്നത്? തന്നെ നോക്കി പിടപ്പോടെ നിൽക്കുന്ന ആ ഹൃദയത്തിൻ്റെ വേദന അറിയാമെങ്കിലും വാവ ചോദിച്ചു. ഒന്നും മിണ്ടാതെ വൈഗ വാവയുടെ തോളിൽ കിടന്ന ബാഗ് വാങ്ങി. വേദു എന്ത് ചേച്ചി? കിടന്നു. തലവേദനയായിട്ടിന്ന് ഉച്ചയ്ക്ക് വന്നു. എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത്? ഇപ്പോൾ എങ്ങനെയുണ്ട്? മുഖത്ത് നോക്കാതെ മുന്നേ നടന്നു പോകുന്ന ചേച്ചിയോട് ചോദിച്ചെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല വൈഗ. ആദിയോടെ വാവ റൂമിലേക്ക് കടന്നു. ഹാളിൽ അമ്മയും മോളും ഇരിപ്പുണ്ട്. രാഗി ഫോണിലാണ്. വാവ അകത്ത് കയറിയതേ വൈഗ ഡോറടച്ച് ലോക്ക് ചെയ്തു. കട്ടിലിൽ കിടന്ന വേദുവിന് നേരെ ചെന്ന വാവ ലോക്ക് വീഴുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചി ഡോറിലേക്ക് ചാരി നിന്ന് വായ പൊത്തിപ്പിടിച്ച് കരയുന്നു. എന്താ ചേച്ചി? പരിഭ്രമം നിറച്ചവൾ വൈഗയ്ക്കരികിലേക്ക് ചെന്നു. അവരെന്തേലും പറഞ്ഞോ? അതോ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ? ഇല്ലെന്നവൾ തല വിലങ്ങനെ അനക്കി. പിന്നെന്താ, പോലീസ് വല്ല വന്നോ? സുരേഷേട്ടൻ ഓർമ്മിപ്പിച്ചിരുന്നു മഹേഷിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. മനുവുമായും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഉറപ്പായും വരും. അതുവല്ലോ ആണോ എന്ന ധാരണയിൽ വാവ ചോദിച്ചു. പിന്നെ ചുമ്മാതെ കരയാൻ എന്താ, വട്ടാണോ? മറ്റൊരു കാരണവും വാവ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. മനുവിന്റെ കാര്യമാകില്ലെന്ന് ഉറപ്പാണ്. അത് താനോ സുരേഷേട്ടനോ പറയണം. കട്ടിലിൽ കിടക്കുന്ന വേദുവിന്റെ ഏങ്ങലടി ശബ്ദവും കാതുകളിൽ മുഴങ്ങിയപ്പോൾ വാവ വേദുവിനരികിലേക്ക് ചെന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒന്നാമതെ മടുത്ത് ചത്തുകുത്തിയാ വരുന്നത്. അതിന്റെ കൂടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് രണ്ടുപേരും കൂടെ കരച്ചിലും. കാര്യം പറയുന്നുണ്ടോ? വേദു! രണ്ടിനെ ഒന്നിട്ടും ഒരു കുലുക്കവും ഇല്ലെന്ന് കണ്ടപ്പോൾ വേദുവിനെ പിടിച്ച് വലിച്ചു പൊക്കി എഴുന്നേപ്പിച്ചിരുത്തി. വേദുവിനെ വിരട്ടിയാൽ കാര്യം പറയും. പക്ഷെ ചേച്ചി തല്ലിക്കൊന്നാലും പറയില്ല. അതാണ് സ്വഭാവം. എന്താടി കാര്യം? കരഞ്ഞു കരഞ്ഞ പെണ്ണിന്റെ മുഖമൊക്കെ ചുവന്നു വീർത്തു. അത് കാണെ വാവയുടെ കണ്ണുകളും നിറഞ്ഞു. കരയാതെ ചേച്ചിയോട് പറ, എന്താ കാര്യം? എന്തായാലും നിന്റെ വാവേച്ചി പരിഹാരം കാണില്ലേ? വേദുവിന്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അരുമയായി കവിളിൽ തഴുകി വാവ പറഞ്ഞു. വാവേച്ചി. വാവയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് വേദു പൊട്ടി പൊട്ടിക്കരഞ്ഞു. ചേച്ചി, ഞാനൊരു തെറ്റ് ചെയ്തു. ശബ്ദം പുറത്തേക്ക് കേൾക്കാതെ വായ പൊത്തിപ്പിടിച്ച് കരയുന്ന ചേച്ചിയെ വാവ തലതിരിച്ചൊന്നു നോക്കി. ഇതിനും വേണ്ടി കരയാൻ ഇവൾ എന്തു ചെയ്തെന്നാ? സാധാരണ വേദുവോ ചേച്ചിയോ ആരോടും വഴക്കിനൊന്നും പോകാറില്ല. ചേച്ചി, ഞാൻ പ്രഗ്നന്റാ. പകപ്പോടെ ആ ഞെട്ടലിൽ വാവ വേദുവിനെ പിന്നിലേക്ക് തള്ളി. കട്ടിലേക്ക് മറിഞ്ഞു വീണ വേദു കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നീ എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞതെന്ന് വേദുവിന്റെ ഇരുതോളിലും പിടിച്ച് ശക്തിയായി കുലുക്കി ചോദിക്കുമ്പോൾ അലറുകയായിരുന്നു വാവ. വാവേ, വേണ്ട, പുറത്തവരൊക്കെ ഉണ്ട്. വെപ്രാളത്തോടെ വൈഗ ഓടി വന്നവളെ പിടിച്ചു മാറ്റി. ആരേലും അറിഞ്ഞാൽ ഭയം കൊണ്ട് വൈഗ വിറച്ചു. വാവ തലയും താങ്ങി കട്ടിലേക്ക് ഇരുന്നു പോയി. ആദ്യമായി വാവ കരഞ്ഞു. മുഖം പൊത്തിപ്പിടിച്ച് ആർത്തലച്ച് കരഞ്ഞു. രണ്ടു കൈകൊണ്ടും സ്വന്തം തലയിൽ തന്നെ ആഞ്ഞാഞ്ഞടിച്ചു. മോളെ, ഇതിനു വേണ്ടിയാണ് പാതിരാത്രി വരെ വല്ലവന്റെയും വായിലിരിക്കുന്ന തെറിയും കേട്ട് ഞാൻ കഷ്ടപ്പെടുന്നത്? പറയടി, ഇതിനു വേണ്ടിയാണോന്ന്? കൈ രണ്ടു ഉയർത്തി വേദുവിനെ തല്ലിക്കൊണ്ട് വാവ ചോദിച്ചു. ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ മൂവരും ഒരുപോലെ ഞെട്ടി. വാവ മുഖം കട്ടിലിൽ കിടന്ന ഷോളെടുത്ത് അമർത്തി തുടച്ചു. പോയി ഡോറിനരികിൽ നിന്ന് ഇരുവരെയും തിരിഞ്ഞു നോക്കി. രണ്ടു പാളിയുള്ള ഡോർ ഇരുവശത്തേക്കും അല്പം മാത്രം തുറന്നു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് തലയിട്ടു. എന്താ നീയൊക്കെ കഥ കടച്ചതിനകത്ത് എന്തെടുക്കുക? മൂന്നും കൂടെ വഴക്കാണോ? വാവയുടെ അല്പം മുന്നത്തെ ശബ്ദം കേട്ടിട്ടാണ് സുധാമ വന്ന് ഡോറിൽ തട്ടിയത്. അവർ അകത്തേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആണ് നിങ്ങൾക്കെന്താ? പോയി നിങ്ങളുടെ പണി നോക്ക്. വാവ ഡോറ് കൊട്ടിയടച്ചു. സുധാമ ഞെട്ടിപ്പോയി. വാവ അല്പനേരം അതേ നിൽപ്പ് തുടർന്നു. കണ്ണുകളടച്ച് ഡോറിലേക്ക് തല ചായച്ചു വെച്ച് നിന്ന് കരഞ്ഞു. ഇതിനാണോടി നീ സ്കൂളിൽ പോകുന്നത്? നിന്റെ പ്രായം നിനക്കറിയാമോ? എൻ്റെ ദൈവമേ! ഭാവ നെഞ്ചിൽ കൈവച്ചു പോയി. എന്നും നിന്നോട് ഞാൻ പറയുന്നതല്ലേടി. ആരാ? നിന്നെ ആരെങ്കിലും ചതിച്ചതാണോ? കവിളി തുടച്ച് ഭാവ വേദുവിന് അരികിൽ വന്നിരുന്നു.
വേദു അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യും എന്നിപ്പോഴും വിശ്വാസമില്ല. പറയ് വേദു, ആരാ ആരാ നിന്നെ? വേദു പറയാൻ മടിച്ചു. അറിഞ്ഞാൽ ചേച്ചി പോയി വഴക്കിടും, ഉറപ്പാണ്. പറയടി വേദു, പറയാൻ. ആരാ? വിച്ചുവേട്ടൻ. വേദു മുഖം താഴ്ത്തി പറയുമ്പോൾ ഞെട്ടലോടെ വാവ പിന്നിലേക്ക് നീങ്ങി. സുരേഷ് ഏട്ടനോടും ബിന്ദു ചേച്ചിയോടും പറഞ്ഞ് ആരും അറിയാതെ അബോർട്ട് ചെയ്യാൻ പോകുന്നതുവരെ ഈ നിമിഷത്തിൽ ചിന്തിച്ചു പോയതാണ് താൻ. വിച്ചുവേട്ടനോ? അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. വിച്ചുവേട്ടന്റെ കുഞ്ഞി പെങ്ങളാണെന്ന് കരുതിയല്ലേ അവിടെ വിശ്വസിച്ചിരുത്തിയിട്ട് പോയത്. ആ വിശ്വാസമാണ് തകർത്തത്. ഇതിന് മാത്രം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സ്വന്തം ശരീരം പോലും സൂക്ഷിക്കാൻ അറിയില്ലേ നിനക്കൊക്കെ? ചേച്ചി, രണ്ടിനും വല്ല വിഷവും വാങ്ങി തന്ന് ഞാനും കഴിച്ച് അവസാനിപ്പിക്കുമല്ല. അത്രയ്ക്കും മടുത്തു. നോക്കിക്കോ, ഞാൻ അത് തന്നെ ചെയ്യും. അവസാനം വിറച്ചു പോയിരുന്നു അവളുടെ ശബ്ദം. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ വിച്ചുവേട്ടൻ ഗ്രൗണ്ടിൽ കാണും എന്നുറപ്പിച്ച് തന്നെയാണ് ഗ്രൗണ്ടിലേക്ക് വന്നത്. സമയം 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. താനിങ്ങോട്ട് പോരുന്നവരെ വേദു എഴുന്നേറ്റിട്ടില്ല. ചേച്ചിയോ താനോ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ വേദു ഉറങ്ങിയിരുന്നു. അവളുടെ അരികിൽ നിന്ന് ചേച്ചി ഈ നിമിഷം വരെ എഴുന്നേറ്റ് മാറിയിട്ടില്ല. വോളിബോൾ കളിക്കുന്നതിനിടയിൽ വിച്ചു ഗ്രൗണ്ടിലേക്ക് വരുന്ന വാവയെ കണ്ടു. സാധാരണ ഇങ്ങോട്ടൊന്നും വരാറേയില്ല. നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ വിരൽ കൊണ്ട് തുടച്ചു നീക്കി. വിയർപ്പിനാൽ കുതിർന്ന ബനിയൻ അവന്റെ ശരീരം തൊട്ടിക്കിടക്കുന്നു. കയ്യിലിരുന്ന ബോൾ എടുത്ത് അടുത്തു നിന്ന പയ്യന്റെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്ത് വിച്ചു വാവയ്ക്കരികിലേക്ക് ഓടി വന്നു. വിച്ചു പോകുന്നതൊന്നും നോക്കി കൂട്ടുകാർ കളിക്കാൻ തുടങ്ങി. വാവയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേക്കും വിച്ചുവിന്റെ മുഖത്തു നിന്നും വിയർപ്പ് തുള്ളികൾ ഇറ്റിറ്റു വീണു. എന്താ വാവേ? വെയിലിൽ മുഖം ചുളിച്ച് കൈ രണ്ടും ഏണിന് കൊടുത്ത് മുന്നിൽ നിൽക്കുന്നവളുടെ ഭാവമാറ്റം അറിയാതെ വിച്ചു മുഖമൊന്ന് വെട്ടിച്ചു. കൈവീശി വാവ വിച്ചുവിന്റെ മുഖമടച്ചൊന്ന് കൊടുത്തു. ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയ മുഖമുയർത്തി പകപ്പോടെ വിച്ചു വാവയെ നോക്കി. എന്തിനാ എന്റെ വേദുവിനെ? എന്തിനാ അവളെ? പുലമ്പിക്കൊണ്ട് അവളുടെ കൈ പലതവണ വിച്ചുവിന്റെ ദേഹത്ത് പതിച്ചു. വാവേ, എന്താടി? ഞെട്ടലോടെ വാവ വിച്ചുവിനെയും ചുറ്റും നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ല. തന്റെ മുന്നിൽ ആവലാതിയോടെ തന്നെ നോക്കി നിൽക്കുന്ന വിച്ചേട്ടൻ. നീ എന്താ ഇവിടെ? വിച്ചുവിനെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെയാണ് വന്നത്. പക്ഷെ ആ അച്ഛനെയും അമ്മയെയും ഓർക്കുമ്പോൾ ഒന്നിനും പറ്റുന്നില്ല. വേദു പ്രഗ്നന്റ് ആണ്. പെട്ടെന്നൊരു ഞെട്ടലിൽ വിച്ചു തരിച്ചുപോയി. വാവയിൽ നിന്നും കേട്ടത് വിശ്വസിക്കാനാകാതെ പകപ്പോടെ നിന്നു. അവന് തല ചുറ്റുന്നത് പോലെ തോന്നി. വാവേ? മുഖമുയർത്തി വിളിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ മങ്ങിയ കാഴ്ചയിൽ കണ്ടു അകന്നു പോകുന്നവളെ. വീട്ടിലേക്ക് പോകാനേ തോന്നിയില്ല. വാവ വെറുതെ മുന്നോട്ട് കുറേ നടന്നു, എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ. ഇനിയും പരീക്ഷിച്ച് മതിയായില്ലേ? മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പള്ളിയുടെ നേരെ വാവ നോക്കി. ആ പൊരിവെയിലും മുന്നോട്ട് നടന്നു. അടുത്ത് കണ്ട മെഡിക്കൽ സ്റ്റോറിൽ കയറി ഒരു പ്രഗ്നൻസി കാർഡ് ചോദിക്കുമ്പോൾ തൻ്റെ കോലവും ഭാവവും ഒക്കെ കണ്ടിട്ടാകും അയാൾ തുറച്ചൊന്ന് നോക്കി. അവിടെ നിന്ന് മറ്റു 2 പേരുടെയും നോട്ടം തന്നിലാണെന്നറിഞ്ഞ് ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. കാശ് കൊടുത്ത് തിരിഞ്ഞപ്പോൾ മുന്നിൽ നിൽക്കുന്ന എബിയെ കണ്ടെന്ന് ഞെട്ടി. ചോദ്യഭാവത്തിൽ ചുളിഞ്ഞ അവന്റെ പുരികക്കൊടികൾക്കിടയിലേക്കൊന്ന് നോക്കി. കയ്യിലിരുന്ന പൊതി മുറുക്കെ പിടിച്ചു. മുഖം വെട്ടിച്ച് അവനെ മറികടന്നു പോയി. അവൻ കണ്ടു കാണുമോ എന്ന സംശയത്തോടെ മുന്നോട്ട് നടക്കുമ്പോൾ തൊട്ടു പിന്നാലെയുള്ള ബൂട്ടിന്റെ ശബ്ദവും അവന്റെ സാമീപ്യവും അവൾ തിരിച്ചറിഞ്ഞു. നടപ്പിന് വേഗത കൂട്ടുന്നതിനനുസരിച്ച് വിടാൻ ഉദ്ദേശമില്ലാതെ എബിയും നടപ്പിന് വേഗത കൂട്ടി. അപ്രതീക്ഷിതമായി നടന്നു പോകുന്നവളെ കണ്ട് ബുള്ളറ്റ് ഒതുക്കി പിന്നാലെ കൂടിയതാണ് എബി. എന്താ? അവൻ പിന്നാലെ കൂടിയിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ തിരിഞ്ഞു നിന്ന് ഈർഷ്യയോടെ ചോദിച്ചു. ചേച്ചി പ്രഗ്നന്റ് ആണോ? ബന്ധം വേണ്ടെന്ന് വെച്ചതും പ്രശ്നമുണ്ടായതുമൊക്കെ അറിയാമെങ്കിലും അബോർഷൻ സംഭവിച്ചതൊന്നും എബി അറിഞ്ഞിരുന്നില്ല. അവൻ കണ്ടു, അതാണ് ഇങ്ങനെയൊരു ചോദ്യം. ആണെങ്കിലും അല്ലെങ്കിൽ അത് സാറിനെ സമ്മതിക്കുന്ന കാര്യമല്ല. ഹാ, നിക്കന്റെ വാവേ. മറികടന്ന് പോകാൻ തുടങ്ങിയവളുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു. എന്താ? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ മുഖവും മട്ടും ഭാവവും ഒക്കെ കണ്ട് എബി തിരക്കി. എനിക്കങ്ങനെ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ ആരോടും പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. എൻ്റെ സാർ എന്ന അധികാരത്തിലാണെങ്കിൽ കോളേജിൽ പല പെൺകുട്ടികൾക്കും പല പ്രശ്നങ്ങളും ഉണ്ട്. സാർ അതൊക്കെ പരിഹരിക്കുമോ? എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്, ഉറപ്പായും പരിഹരിക്കും. പിന്നെ നീ എനിക്ക് എൻ്റെ സ്റ്റുഡൻറ്റ് മാത്രമല്ലല്ലോ.
ഒരു താളത്തിൽ കള്ളച്ചിരിയോടെ പറയുന്നവനെ വാവ ദേഷിച്ചു നോക്കി. സാറിന് വേറെ ഒരു പണിയില്ലേ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കാൻ? എൻ്റെ വാവയ്ക്ക് സമ്മതമാണേൽ പിന്നാലെ നടക്കാതെ ഒപ്പം നടക്കില്ലേ ഇച്ചായൻ? താടി ഒഴിഞ്ഞുകൊണ്ട് പറയുന്നവനെ നോക്കി വാവ തലയിൽ കൈവച്ചു. വല്ലാത്ത കഷ്ടം തന്നെ. സാറിൻ്റെ അമ്മച്ചിയുടെ നമ്പരൊന്ന് അയക്കണേ. എന്നാത്തിനാ? എബി ആകാംക്ഷയോടെ ചോദിച്ചു. മകന്റെ തലയ്ക്ക് വല്ല നെല്ലിക്കത്തളവും വയ്ക്കാൻ പറയാനാ. ഓ, എന്നാത്തിനാ കൊച്ചേ വെറുതെ? ചിരിയോടെ അവളെ നോക്കി. ചേച്ചിയുടെയും അനുജത്തിയുടെയും കാര്യം ഓർത്താണോ? മുന്നേ നടക്കുന്നവൾക്ക് പിന്നാലെ ഫുട്പാത്തിലൂടെ അവനും നടന്നു. ഭാവയൊന്നും മിണ്ടിയില്ല. അവരെയും ഞാൻ സംരക്ഷിച്ചോളാം. അനുജത്തി കൊച്ചിന്റെ പഠിപ്പൊക്കെ ഞാൻ നോക്കിക്കോളാം. സാർ എന്തറിഞ്ഞിട്ടാ? പെട്ടെന്ന് അവൾ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെ വന്ന എബിയെ ഇടിച്ചു നിന്നു. എബി തന്നെ അകന്നു മാറി പിന്നിലേക്ക് നീങ്ങി. സാർ പ്ലീസ്, വെറുതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നാൽ സാറിൻ്റെ ലൈഫ് പോവുകയുള്ളൂ. ഒരിക്കലും ഞാൻ സാറിനെ സ്നേഹിക്കാനും പോകുന്നില്ല, വിവാഹം കഴിക്കാനും പോകുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ. ലൈഫ് ലോങ് അവൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര കാലം വേണേലും ഞാൻ കാത്തിരിക്കാം. എങ്കിൽ സാറ് മൂത്ത് നരച്ച് നിന്ന് പോവുകയുള്ളൂ. പറഞ്ഞിട്ട് കല്ലുകെട്ട് കയറിയപ്പോൾ പിന്നാലെ അവനും കയറി വരുന്നു. എങ്ങോട്ടാ? വാവ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. അപ്പോഴാണ് എബിയും ചുറ്റും നോക്കുന്നത്. വാവയുടെ വീടിന് മുന്നിലാണെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ വേഗം റോഡിലേക്ക് ഇറങ്ങി. അതെ, ഇവിടുന്ന് ഇനി ഓട്ടോ കിട്ടുമോ തിരിച്ചു പോകാൻ? എനിക്ക് വേണ്ടി ലൈഫ് ലോങ് കാത്തിരിക്കുന്ന ആളല്ലേ, അങ്ങ് നടന്നോ. ഞാൻ ശരിക്കും പറഞ്ഞതാ, ഞാൻ കാത്തിരിക്കും. വാവ തിരിഞ്ഞു നോക്കിയില്ല. അവള് പോകുന്നത് നോക്കി നിന്ന എബിയെയും അകത്തേക്ക് കയറി പോകുന്ന വാവയെയും കണ്ട് സുധാമ മടലി വെട്ടിക്കൊണ്ടിരുന്ന വാക്കത്തി മുറ്റത്തേക്കിട്ട് വേഗം അകത്തേക്ക് കയറി. കെട്ടിയൊരുങ്ങി രാവിലെ നീ അവന്റെ പുറകെ പോയതാണല്ലേ? ആണെങ്കിൽ ഇപ്പൊ എന്തോ വേണം? ഇതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്കുതള്ളേ. വാവ റൂമിലേക്ക് കയറി ഡോർ ചാരി. മൂന്നും കൂടെ കതകു അടച്ച് അതിനകത്ത് കയറി ഇരുന്നിട്ട് തിന്നാൻ നേരം ഇങ്ങോട്ട് ഇറങ്ങി വാ, കാണിച്ചു തരാൻ ഞാൻ, പറഞ്ഞുകൊണ്ട് സുധാമ മുറ്റത്തേക്ക് ഇറങ്ങി. പല്ലുറുമിക്കൊണ്ട് ഡോർ വലിച്ചു തുറന്ന് വാവ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അതെ, വാവ സിറ്റൗട്ടിൽ നിന്നും വിളിച്ചപ്പോൾ സുധാമ തിരിഞ്ഞു നോക്കി. നിങ്ങളിപ്പോൾ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. കൈ കഴുകി തിന്നാൻ വന്നിരിക്കുക. പറഞ്ഞിട്ടവരെ ദേഷ്യത്തിൽ നോക്കി ഭാവ അകത്തേക്ക് കയറിപ്പോയി. നശിച്ചോളൂ, സുധാമ പിറുപിറുത്തു. വാവയെ കണ്ടതേ വൈകിയെ ചാരിയിരുന്ന വേദു എഴുന്നേറ്റ് വാവയ്ക്കരികിലേക്ക് ചെന്നു. ചേച്ചി, എങ്ങനെയാ നിനക്ക് മനസ്സിലായത്? മറ്റൊന്നും ചോദിക്കാതെ വേദുവിനെ നോക്കാതെ ചുരിദാറിന്റെ ഷോൾ മാറ്റി അഴയിലേക്കിട്ട് വാവ ചോദിച്ചു. കഴിഞ്ഞ മാസം പീരിയഡ്സ് ആയില്ല, ഈ മാസം പകുതിയായില്ലേ? വേദു കവിൾ തുടച്ചു. ഹോ, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവെൻ്റെ അനുജത്തിക്ക് ഉണ്ടായിരുന്നല്ലേ? ദാ പോയി നോക്ക്. കവറിൽ നിന്നും പ്രഗ്നൻസി കാർഡ് എടുത്ത് വേദുവിൻ്റെ നേരെ നീട്ടി. വേദു മടിച്ചു. പിടിക്കടി, പോയി നോക്കിയിട്ട് വാ. എനിക്കറിയില്ല. നിനക്കല്ലാത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ. പല്ലിനിടയിൽ വാവയുടെ വാക്കുകൾ ഞെരിഞ്ഞമർന്നു. വേദുവിൻ്റെ എങ്ങലടി ശബ്ദവും ഉയർന്നു. വൈകി അത് വാങ്ങി വേദുവിനെയും വിളിച്ച് പുറത്തേക്കിറങ്ങി. വാവ കട്ടിലിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. അല്പം കഴിഞ്ഞ് ഇരുവരും റൂമിലേക്ക് വരുന്നതും വേദുവിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ ചീളുകളും കേൾക്കാം. വൈക ഭിത്തിയിലേക്ക് ചാരി നിന്ന് മൗനമായി തേങ്ങി. തൻ്റെ ജീവിതമോ ഇങ്ങനായി. ആ കൂടെ തൻ്റെ അനുജത്തിയുടെയും. 2 ചുവന്ന വര വീണ പ്രഗ്നൻസി കാർഡ് വൈകിയുടെ കയ്യിൽ ഞെരിഞ്ഞമർന്നു. ചേച്ചി, ചേച്ചി, ഞാൻ എന്ത് വേണേലും ചെയ്യാൻ ചേച്ചി. വേദു കട്ടിലിനരികിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് വാവയുടെ കയ്യിൽ പിടിച്ചു. വാവ അനങ്ങിയില്ല. കണ്ണിന് കുറുകെ കൈവച്ച് അതേ കിടപ്പ് കിടന്നു. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോയിരിക്കുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യത്തോടെ നേരിടണമെന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചിട്ടിപ്പോൾ താൻ തോറ്റുപോയി. അല്ല, ചേച്ചി അനിയത്തിയും കൂടെ തന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ചേച്ചി, ഞാൻ പറയുന്നത് എന്ത് നീ ചെയ്യുവോ? അതേ കിടപ്പിൽ കിടന്ന് വാവ ചോദിച്ചു. വിങ്ങലോടെ വേദു മൂളി. എങ്കിൽ പോയി ചാകടി. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.